ഏതാണ് വേണ്ടാത്തത്, എപ്പോ ശസ്ത്രക്രിയ നിർത്തണം, എപ്പോഴാണ് എന്താ ചെയ്യേണ്ടുന്നത് എന്ന് തീരുമാനിക്കണം എന്നുള്ളതിൽ കൃത്യമായ നിഷ്ഠയുണ്ടായിരുന്നു. ബ്രഹ്മജ്ഞാനം പ്രഥമം പുരസ്താദ്വിഷീമതസുരുചോഭേന ആവഹ സബുദ്ധ്യാ ഉപമാസ്യ വിട്ടാ സതശ്ച യോനിമസതശ്ച വിവാഹ. അതായത് ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ വലിയ സഹസ്ര കോടി യോഗങ്ങൾ കഴിഞ്ഞ ഒരു യോഗിമാർക്ക് പോലും സത്ത് ഏതാണ് അസത്ത് ഏതാണ് എന്നറിയാൻ വിഷമമുണ്ടാവും. പക്ഷേ ആ തരത്തിൽ വിവേചനം അറിയുന്നവന് മാത്രമേ ആ ബ്രഹ്മജ്ഞാനം മുന്നിൽ വെച്ചുകൊണ്ട് അവർക്ക് ലോകത്തിനെ ഒരു നിലയിൽ നയിച്ച് കൊണ്ടുവരാൻ സാധ്യമാവുകയുള്ളൂ. ഇവിടെ കേശവൻ നായർ സാർ അദ്ദേഹം ശരിയായ സർജറി ഏതാണ് ചെയ്യേണ്ടാത്തത് എന്നിങ്ങനെ ഉള്ള ഒരു കാര്യം വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നതിൽ ഉത്സുകനായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്താ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന അത് വളരെ വ്യക്തമായിട്ടാണ് പിന്നെയും അവസാന കാലം വരെ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം വരുന്നത്. അങ്ങനെ അദ്ദേഹം ഓരോ ശസ്ത്രക്രിയയും ചെയ്യുമ്പോൾ പഴയ കാലത്ത് പറയും പ്രൈവറ്റ് പേഷ്യൻ്റ് ആണ്, അത് സാറ് തന്നെ ചെയ്യും, ഇത് പബ്ലിക് പേഷ്യൻ്റ് ആണ്, നിങ്ങൾക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകളുടെ വിവക്ഷ അങ്ങനെ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് എല്ലാ സർജറി സമയങ്ങളിലും അവിടെ അടുത്തുണ്ടാകുമായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇന്ന് പറയുന്നത് പോലെ മയക്കം കൊടുത്തുള്ള അനസ്തീസിയ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, ലോക്കൽ അനസ്തീസിയ കൊടുത്തിട്ട് പേഷ്യന്റോട് സംസാരിച്ചുകൊണ്ട് സർജറി ചെയ്യുന്ന കാലം അന്നുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ഈ അനസ്തീസിയ വിദഗ്ധന്മാരൊക്കെ തീരെ കുറവായിരുന്നതിനാൽ ഈ ലോക്കൽ അനസ്തീസിയയിൽ ഒരുപാട് സർജറി ചെയ്യുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ അദ്ദേഹം സംസാരിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് കിടക്കുന്ന പേഷ്യന്റിനും അത്യധികം സന്തോഷമായിരുന്നു. അങ്ങനെ അദ്ദേഹം തൊട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം ബ്രെയിനിൽ നിന്നും മെനിഞ്ചിയോമ റിമൂവ് ചെയ്തിട്ടുണ്ട്. നട്ടെല്ലിലും ഞങ്ങളുടെ ഇന്നത്തെ ന്യൂറോ സർജറി സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങളുടെ മാത്രമായിട്ട് കരുതിയാൽ അന്ന് അങ്ങനെയല്ല. അദ്ദേഹത്തിന് അതും ചെയ്യാൻ വശമുണ്ടായിരുന്നു. വിഷമമില്ലാതെ ലാമിനെക്ടമി തുടങ്ങിയ നട്ടെല്ലിലെ ശസ്ത്രക്രിയകളും അദ്ദേഹം ചെയ്തിരുന്നു. ഇങ്ങനെ വയറ്റിനകത്ത് തന്നെ പലതരം ശസ്ത്രക്രിയകൾ ചെയ്തിരുന്ന കാലത്ത് അന്ന് പാൻക്രിയാറ്റിക് കാൽക്കുലസ്, ആഗ്നേയ ഗ്രന്ഥികളിൽ കല്ലുകൾ, ഈ ആഗ്നേയ കല്ലുകളെ എടുത്ത് മാറ്റുന്നതിനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്ന് പാൻക്രിയാറ്റിക് കാൽക്കുലസ് എന്ന് പറയുന്ന അസുഖം എത്ര മാത്രം കുറഞ്ഞിട്ടുണ്ട് എന്നും കൂടി നാം ആലോചിക്കുമ്പോൾ അന്ന് ഇതൊക്കെ അനായാസമായി അദ്ദേഹം ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇന്നും ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് ആയിട്ടിരിക്കുന്ന കാലം മുതൽ കണ്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു പുതിയ പാഠമായിട്ടായിരിക്കും തോന്നുക. ഇതെന്തോ ചില കാര്യങ്ങൾ ചില പൊടിപ്പും തൊങ്ങലും വച്ച് അധികരിച്ച് പറയുകയാണെന്ന് ഇന്നത്തെ സർജിക്കൽ സ്റ്റുഡൻസും വിദ്യാർത്ഥികളും ഒക്കെ കരുതുകയുള്ളൂ. അത്ര അധികം വിശിഷ്ടമായ രീതിയിൽ പുതിയ പന്ഥാക്കൾ തുറക്കുകയും അതിനനുസരിച്ച് ഉയരുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ആ നാമത്തിന് മുമ്പിൽ എല്ലാവരെയും മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. എൻ്റെ കൃത്യത്തിലേക്ക് കടക്കട്ടെ. ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകയും വരിക എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ മന്ത്രിയും മേയറും എത്തിയിട്ടില്ല. നമ്മുടെ IAS അദ്ദേഹം